ഭാര്യമാരി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ പോലെ ആയാൽ നിങ്ങളെ ഭർത്താവിന് ജീവിതത്തിൽ ഏറ്റവും സമാധാനം അതായിരിക്കും. നിങ്ങൾ ഫുൾ ടൈം അങ്ങാടിയിലാണല്ലോ, എന്ത് പറ്റി ഉസ്താദേ വീട്ടിലിരുന്ന് ബോറടിച്ചു. നമ്മളെ വീട് ബോറടിക്കാനുള്ളതല്ല. എന്തിനാണ് ഭാര്യ സമാധാനത്തിന് സന്തോഷം നേടാ, സമാധാനത്തിനാണ് നിങ്ങൾക്ക് ഭാര്യമാർ റബ്ബ് തന്നത്. എന്തുകൊണ്ടൊക്കെ സമാധാനം പോകും, എപ്പോഴൊക്കെ സമാധാനം കിട്ടും, അത് നമ്മൾ പഠിക്കാൻ പോവാണ്. അതിനാദ്യം ആരാണ് നല്ല ഭാര്യ, പിന്നെ ആരാ നല്ല ഭർത്താവ്, അത് പഠിക്കണം. പരിശുദ്ധ ഇസ്ലാം എന്ന് പറഞ്ഞാൽ കേവല ഇബാദകൾ മാത്രമല്ല, നല്ല കുടുംബജീവിതം. റസൂലുള്ള 10 കൊല്ലം പഠിപ്പിച്ചത് നിസ്കാരമല്ല, തൗഹീദാണ്. നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കാവൂ. രണ്ടാമത്തെ കുടുംബത്തെ മര്യാദയ്ക്ക് സംരക്ഷിക്കണം, നോക്കണം, സ്നേഹിക്കണം, കുടുംബബന്ധം പുലർത്തണം. ഈ 2 വിഷയമാണ് 10 കൊല്ലക്കാലം പ്രധാനമായിട്ട് റസൂലുള്ള പഠിപ്പിച്ചത്. പിന്നെ ബാക്കി 13 കൊല്ലം കൊണ്ട് ബാക്കി എല്ലാ ഇബാദത്തും പഠിപ്പിച്ചത്. 10 കൊല്ലത്തെ പണി പ്രധാനം എന്തായിരുന്നു? തൗഹീദും അതുപോലെ കുടുംബ ബന്ധം ചേർക്കലുമാണ്. ഏറ്റവും നല്ല ഭാര്യ ആരാണ്? അപ്പൊ നമ്മൾ സാധാരണ എക്സ്പെക്ട് ചെയ്യുന്ന, പ്രതീക്ഷിക്കുന്ന മറുപടി എന്താ? റസൂലുള്ളാഹിനോട് ഒരാൾ ചോദിച്ചു, നബി ഏറ്റവും നല്ല ഭാര്യ ആരാണ്? നമ്മൾ പ്രതീക്ഷിക്കുന്ന മറുപടി കുറെ നിസ്കരിക്കുന്നോള്, കുറെ നോമ്പെടുക്കുന്നോള്, കുറെ സ്വതക്ക കൊടുക്കുന്നോള്, ഇതൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്ന മറുപടി. റസൂൽ അതൊന്നുമല്ല പറഞ്ഞത്. സുഇലൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കപ്പെട്ടു, അയ്യുൻ നിസാഇ ഖൈറുൻ, ഏറ്റവും നല്ല പെണ്ണ് അതാരാണു നബിയേ? ഏറ്റവും നല്ല ഭാര്യ അവൾ ആരാണു നബിയേ? യാ റസൂലല്ലാഹ്, ഏറ്റവും നല്ല ഭാര്യ ആരാണ്? നബി തങ്ങൾ പറഞ്ഞു, 3 സ്വഭാവമുള്ള പെണ്ണാ. 3 സ്വഭാവമാണ് ഏറ്റവും നല്ല ഭാര്യയുടേതെന്ന് ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും നല്ല വൈഫ്, who is the best wife? ആരാണ് ഏറ്റവും നല്ല വൈഫ്? 3 ക്വാളിറ്റി. 1, അമ്മമാര് ശ്രദ്ധിച്ചു, നിങ്ങൾക്ക് ഏറ്റവും കൂലി കിട്ടുക ഫർള് നിസ്കാരവും ഫർള് നോമ്പുമാണ്. ഒരു പെണ്ണിന് ഏറ്റവും കൂലി കിട്ടുന്ന അമല് ഫർള് നിസ്കാരം, റമളാനിലെ നോമ്പ്. 3ാമത്തെ കാര്യം എന്താ? അതാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഏറ്റവും നല്ല പെണ്ണാരാ നബിയേ? അല്ലതീ തസുറുഹു ഇദാ നളറ ഇലൈഹാ. ഏറ്റവും നല്ല പെണ്ണ് അത് ഭർത്താവ് അവളിലേക്കൊന്ന് നോക്കുമ്പോ സമാധാനം നൽകുന്ന, സന്തോഷം നൽകുന്ന പെണ്ണാ. ഏറ്റവും നല്ല പെണ്ണാരാണ്? 1ാമത്തെ സ്വഭാവം റസൂൽ പഠിപ്പിച്ചത് മുത്തുനബി ഇമാം നസായി തങ്ങൾ ഉദ്ധരിച്ച ഹദീസ്. അബൂ ഹുറൈറ തങ്ങൾ പറയാൻ, അല്ലാഹുവിന്റെ റസൂലാണ് ദീന് പഠിപ്പിച്ചത്. റസൂൽ എന്ത് പറഞ്ഞു നോക്കേണ്ടത്? ഏറ്റവും നല്ല ഭാര്യ ആരാണ്? അല്ലതീ തസുറുഹു ഇദാ നദറ ഇലൈഹാ. അവൾ ഹസ്ബൻഡ്, അവളൊന്ന് നോക്കുമ്പോഴേക്ക് ഹസ്ബൻഡിന് സമാധാനം കിട്ടണം. അതിന്റെ അർത്ഥം എന്താ? ഹസ്ബൻഡിനോട് നല്ല വാക്കുകൾ കൊണ്ട് സമാധാനം കൊടുക്കുന്ന പെണ്ണാണ്. ഫർള് നിസ്കാരം, ഫർള് നോമ്പ് കഴിഞ്ഞാൽ നാളെ പരലോകത്ത് ഒരു പെണ്ണിന്, കല്യാണം കഴിഞ്ഞ പെണ്ണിന് ഏറ്റവും കൂലി കിട്ടുന്ന അമല് ഇതാണ് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കിയൊക്കെ അത് കഴിഞ്ഞിട്ടാ. സ്വലാത്ത് കുറേ ചൊല്ലി, ദിക്റ് ചൊല്ലി, കുറേ സുന്നത്ത് നോമ്പെടുത്ത്, കുറേ സുന്നത്ത് നിസ്കരിച്ചു, അതിനൊക്കെ കൂലിയാണ്, നല്ല കാര്യമാണ്. അതിനേക്കാൾ കൂലി നിങ്ങൾക്ക് കിട്ടുന്നത് മുത്തനബി പഠിപ്പിച്ചത് എന്താണ്? നിങ്ങളുടെ ഭർത്താവിന് സമാധാനം കൊടുക്കലാണ്. ഏറ്റവും നല്ല പെണ്ണ് ഭർത്താവ് ഒന്ന് നോക്കുമ്പോഴേക്ക് പുതിയാപ്പിളക്ക് സമാധാനം. വൈകുന്നേരം ജോലി കഴിഞ്ഞിട്ട് കോളിംഗ് ബെല്ലാം മർത്തി, ഭർത്താവ് വന്നിട്ടുണ്ട്, അടുക്കളന്ന് വൈഫ് വന്നു. പൊന്നാരമ്മമാരെ, എന്റെ സഹോദരിമാരെ, നിങ്ങൾ ആദ്യം നോക്കുന്നത് എങ്ങോട്ടായിരിക്കും? പുതിയാപ്പിളിന്റെ മുഖത്തേക്കാണോ കൈമക്കാണോ?
പുതിയാപ്പിളിന്റെ കൈമക്കാണോ മുഖത്തേക്കാണോ നോക്കുന്നത്? എടുങ്കണ്ണിട്ട് നോക്കൂ, കയ്യിൽ പറഞ്ഞ സാധനമല്ല, അത് വാങ്ങിട്ട് കൊണ്ട് കയറിയാ മതി അല്ലേ? അല്ലെ അകത്തേക്ക് കയറ്റിയിട്ട് ഒരു സാധനം പറഞ്ഞ മേടിക്കൂല, ഒരു കൊല്ലായി പറയാൻ തുടങ്ങിയിട്ട് ഒറ്റ ഓട്ടം അടുക്കളയ്ക്ക്. അങ്ങനെയല്ല വേണ്ടത്. നിങ്ങൾക്ക് ഏറ്റവും കൂലി, ആയിരക്കണക്കിന് സുന്നത്ത് നമസ്കരിച്ചതിനേക്കാൾ കൂലി കിട്ടുന്ന അമല് മുത്തുനബി പഠിപ്പിച്ചതാണ്. സലീം വാഫി വെറുതെ പറഞ്ഞതല്ല. വൈകുന്നേരം നിങ്ങളെ പുതിയാപ്പിള ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ്, ബെല്ല് കേട്ടു, നിങ്ങൾ വന്നു, പുതിയാപ്പിളങ്ങളോട് സലാം പറഞ്ഞു, വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞു. ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കണം. ആ നോട്ടം വലിയ പ്രതിഫലം കിട്ടുന്ന, സ്വർഗത്തിലേക്ക് അമല് കിട്ടുന്ന കൂലിയുള്ള അമലാണ് എന്ന് പഠിക്കുക. ഭർത്താവ് എന്താണോ തന്നത് മേടിക്കണം. നാളെ മുതൽ പറ്റിക്കോ. ഒരു പെണ്ണ് കുറെ ദിക്റും സ്വലാത്തും ചൊല്ലണമെന്നില്ല സ്വർഗം കിട്ടാൻ. പ്രധാനമായ പല അമലുകളുണ്ട്, അത് ചെയ്താൽ തന്നെ സ്വർഗം ഉറപ്പാണ്. ഇതില്ലാണ്ട് എത്ര ദിക്റല്ലിട്ടും കാര്യമില്ല. ഹദീസും ആയത്തും ഞാൻ പഠിപ്പിക്കാൻ പോവാണ്. അപ്പൊ പുതിയാപ്പിള വീട്ടിലേക്ക് വന്നു, നിങ്ങളെ കണ്ടു, നിങ്ങൾ പുതിയാപ്പിളെ കണ്ടു, എന്താണോ തന്നത് അത് മേടിച്ചു. നിങ്ങൾ പറയണം, പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ഭക്ഷണം ഒരുക്കിയേക്കാം. അങ്ങനെ പുതിയാപ്പിള സന്തോഷത്തോടെ മാഷാ അല്ലാഹ് നല്ല ഇതൊക്കെ എന്ത് പറ്റിയില്ലേ, നാളെ തന്നെ പാറ്റിംഗ് വന്ന സമയത്ത് ചിലപ്പോ പുതിയാപ്പിളാര് ബോധം കിട്ടുമോ? പഠിച്ചോനെ, ഇതിൽ ഇന്നലെ വരെ ഡ്രാക്കുളനെ പോലത്തെ പൂമുഖവാതിൽക്കൽ ദേഷ്യം വിളമ്പുന്ന ഡ്രാക്കുളയാണ് എന്റെ ഭാര്യ എന്ന് പറഞ്ഞാരോ പാടി. അപ്പൊ പൂമുഖവാതിൽക്കൽ ഭയങ്കര ഡ്രാക്കുളനെ പോലെ നിൽക്കുന്നോളൂ, ഒറ്റയടിക്ക് മാറിയല്ലോ. അങ്ങനെ വല്ലോ ബോധം കെട്ടാൻ ഞാൻ ഉത്തരവാദിയല്ല. ഇരിക്കട്ടെ, നാളെ നിങ്ങൾ ഭയങ്കര ബെസ്റ്റ് പെരുമാറ്റം. പുതിയാപ്പിളിനോട് പറയുന്നു, നിങ്ങൾ ഫ്രഷ് ആയിട്ട് പോവാൻ, ഞാൻ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. നല്ല ഭക്ഷണം ഒരുക്കുന്നു. പുതിയാപ്പിള ഫ്രഷായി നിസ്കാരമൊക്കെ കഴിഞ്ഞ് അവിടെ വന്നിരിക്കുന്നു. എന്നിട്ട് ഭർത്താവിന്റെ അടുത്ത് നിന്നിട്ട് തലയിലൊക്കെ കൈവച്ച്, എങ്ങനെയുണ്ട് ജോലി, വല്ല പ്രശ്നമുണ്ടോ, പ്രയാസമുണ്ടോ, അസുഖം വല്ലതും ഉണ്ടോ, ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ആക്കണോ? ഈ ചോദ്യം ഒന്ന് ചോദിക്കുന്നത് ഫർള് നിസ്കാരവും അതുപോലെ റമളാനിലെ നോമ്പും കഴിഞ്ഞ് ഞങ്ങൾക്ക് ഏറ്റവും അല്ലാഹുവിന്റെ അടുക്കൽ കൂലി കിട്ടുന്ന അമൽ ഇതാണ്. ഭർത്താവിന് സമാധാനം കൊടുക്കലാണ്. അല്ലതീ തസുറുഹു ഇദാ നളറ ഇലൈഹാ. ഈ സ്വഭാവമാണ് കല്യാണം കഴിഞ്ഞ പെണ്ണിന് ഏറ്റവും പ്രതിഫലം ലഭിക്കുന്നത്, ഏറ്റവും നല്ല ഭാര്യയുടെ ലക്ഷണമെന്ന് ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നബി തങ്ങൾ പഠിപ്പിച്ചതാണ്. അപ്പോ ഒരു പെണ്ണിന്റെ ഏറ്റവും നല്ല പെണ്ണ്, ഒന്നാം നമ്പർ ഭാര്യ, ആഖിറത്ത് സ്വർഗം കിട്ടുന്ന പെണ്ണ് എന്നതിന്റെ അർത്ഥം ഓൾ ഒന്നാമത്തെ ലക്ഷണം എന്താണ്? അല്ലത്തി തസ്റുഹു ഇദാ നളറ ഇലൈഹാ, ഭർത്താവിന് സമാധാനം കൊടുത്തു. 2 വതുതീഉഹു ഇദാ അമറ. രണ്ടാമത്തേതെന്താണ്? വതുതീഉഹു, ഭർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ അത് അനുസരിക്കല, അനുസരണയുള്ള പെണ്ണ് ഹബീബ് റസൂലുള്ളാഹ്. രണ്ടാമത്തെ ക്വാളിറ്റി അനുസരണ ശീലമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനുസരണയാണ് രണ്ടാമത്തത്. പുതിയാപ്പിള ഒന്ന് പറഞ്ഞ 4 എണ്ണം പറയാ, അതല്ല ദീന്, അതനുസരിക്കലാണ്. ആരാ നല്ല ഭർത്താവ് എന്ന് ഇനി പറയണ്ടേ? ഇന്ന് വീട്ടിലെത്തി കാണിച്ചു തരാന്ന് വിചാരിക്കണ്ട. നല്ല ഭർത്താവ് ആരും തിരിയുമ്പോ ഒന്നും മിണ്ടാതെ പോണ്ടി വരും. അല്ലാഹു നമ്മുടെയൊക്കെ നല്ല ഭർത്താക്കന്മാരിൽ ഉൾപ്പെടുത്തട്ടെ. ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് ഒരിക്കൽ അവളെ കരയിപ്പിച്ചാൽ നാളെ ആഖിറത്ത് കുടുങ്ങും. ഒരിക്കൽ എന്നിട്ടല്ലേ ദിവസം കരയിപ്പിക്കുന്ന പുതിയാപ്പിളിന്റെ കഥ. വേറൊരു വാപ്പന്റെയും പിന്നെ മോളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് എടുങ്ങാറാക്കി കഴിഞ്ഞാൽ ആഖിറത്ത് സ്വർഗം കിട്ടുമെന്ന് വിചാരിക്കേണ്ട. വളരെ ഗൗരവമാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ പഠിപ്പിക്കാൻ പോവാണ്. ഒരു മാറ്റം, ഇന്നലെ വരെയുള്ളതൊക്കെ മാറ്റി ഒരു നല്ല ജീവിതം നമുക്ക് വേണം. അപ്പൊ ഉമ്മമാരുടെ വിഷയമാണ്, ഭാര്യമാരുടെ വിഷയം ഇപ്പൊ പഠിപ്പിക്കുന്നത്. നല്ല രൂപത്തിൽ പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കൂലി കിട്ടുന്ന ഒന്നാമത്തെ കാര്യം പറഞ്ഞു. രണ്ടാമത്തത് ഭർത്താവ് പറഞ്ഞാൽ അനുസരിക്കണം. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു മസല പഠിപ്പിക്കാം. ഒരു ഭാര്യ സുന്നത്ത് നോമ്പുകാരിയാണ്.
തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ സുന്നത്ത് നോമ്പെടുക്കാറുണ്ടല്ലോ. തിങ്കളാഴ്ച സുന്നത്ത് നോമ്പെടുത്തു. ഭർത്താവ് ഉച്ചക്ക് 1 മണിക്ക് വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു, എനിക്കൊരു കാര്യമുണ്ട്, ആവശ്യമുണ്ട്. അപ്പൊ ഭാര്യ പറഞ്ഞു, ഇക്ക ഞാൻ നോമ്പുകാരിയാണ്, ഇക്ക ഞാൻ നോമ്പുകാരിയാണ്. അപ്പൊ ഭർത്താവ് പറഞ്ഞു, ആയിക്കോട്ടെ മോളെ, സന്തോഷം, നോമ്പ് കണ്ടിന്യൂ ചെയ്തോ, നോമ്പ് തുടർന്നോ, മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ആ നോമ്പ് അള്ളാഹു സ്വീകരിക്കും. ആ നോമ്പ് കണ്ടിന്യൂ ചെയ്ത് മഗ്‌രിബ് കൊടുക്കോളം എത്തിച്ച് അവൾ നോമ്പ് മുറിച്ച് നല്ല കൂലി അള്ളാഹു തരും. പക്ഷെ ഭർത്താവ് പറഞ്ഞു, വേണ്ട, എനിക്ക് ഇപ്പൊ ഒരാവശ്യമുണ്ട്, നോമ്പ് മുറിക്കണം. അപ്പൊ പെണ്ണെന്താ ചെയ്യേണ്ടത്? അല്ലാഹു റസൂൽ എന്താ പറഞ്ഞത്? അതാണ് ദീൻ. സുന്നത്ത് നോമ്പ് ഭർത്താവ് ഉച്ചക്ക് മുറിക്കാൻ പറഞ്ഞാൽ അത് മുറിക്കൽ നിർബന്ധമാ. അത് മുറിക്കാതിരുന്ന ആ നോമ്പ് കൊണ്ട് നരകമാ. അതാണ് മസ്അല. അപ്പൊ സുന്നത്ത് പോലും ഭർത്താവ് മുറിക്കാൻ പറഞ്ഞ മുറിക്കണം, വുജൂബ്. പക്ഷെ ഫർളും ഹറാമും ഭർത്താവ് പറഞ്ഞാൽ അതെന്ത് ചെയ്യണ്ട, അത് കേൾക്കണ്ട. ളുഹ്ർ നിസ്കരിക്കണ്ട, ഭർത്താവ് പറഞ്ഞു പോയി പണി നോക്കാൻ പറയണം. ളുഹ്ർ ഖളാക്കുന്ന പണിക്ക് കൂട്ടിക്കൊണ്ടുപോയി, അനുസരിക്കണ്ട. ഹറാമ് തിന്നാൻ തന്നു, തിന്നണ്ട. സിനിമക്ക് വാന്ന് പറഞ്ഞു, പോണ്ട. തോന്നിവാസത്തിന് കൂടെ കൂട്ടി, അതിന് കൂടണ്ട. ഹറാമും ഫർളും ഒഴികെ ബാക്കിയൊക്കെ ഭർത്താവിന് അനുസരിക്കൽ വാജിബ്. ഭർത്താവ് കണ്ടു ചാടാൻ പറഞ്ഞു, എന്നാലോ ഉസ്താദേ, കുറ്റു ചോദ്യം മാത്രം മനസ്സിൽ വരുന്ന ആൾക്കാരുണ്ടാവും. എന്റെ പുതിയാപ്പിളിനോട് കിണറ്റ് ചാടാൻ പറഞ്ഞു, എന്ത് ചെയ്യണം? ചാടണ്ട, ഹറാമാണ്. കിണറ്റ് ചാടൽ ഹറാമല്ലേ? ഒരാൾ കിണറ്റിലേക്ക് ചാടൽ ഹറാമാണ്, പുഴയിലേക്ക് ചാടൽ ഹറാം. എന്തുകൊണ്ട്? ശരീരത്തിന് മുറിവേൽപ്പിക്കുന്ന, ശരീരത്തിന് എടുങ്ങാറുണ്ടാക്കുന്ന കാര്യം ഒക്കെ ഹറാമാണ്. ബ്ലേഡ് കൊണ്ട് കൈ മുറിക്കൽ ഹറാം, കത്തി കൊണ്ട് കുത്തൽ ഹറാം, ശരീരത്തിന് വേദനിപ്പിക്കുന്ന എല്ലാം ഹറാമാണ്. അപ്പൊ ഭർത്താവ് കണ്ടു ചാടാൻ പറഞ്ഞാൽ ചാടണ്ട, പോയി പണി വെക്കാൻ പറയണം. അതല്ലാത്തത് എന്ത് പറഞ്ഞാലും അനുസരിക്കൽ വുജൂബാണ്. സുന്നത്ത് നോമ്പ് എടുക്കണ്ടെന്നാണ്. നോമ്പ് എടുത്തിട്ട് അള്ളാന്റെ പരലോകത്തിൽ നോമ്പ് നോറ്റ് നാളെ കുറ്റം, പ്രതിഫലല്ല, ശിക്ഷയാ കിട്ടുക. ഭർത്താവിന്റെ സമ്മതല്ലാതെ നോമ്പ് പോലും പാടില്ല. ജിളയുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുമോ? അത് വളരെ ഗൗരവമാണ്. അപ്പൊ സ്വർഗം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാ? ഭർത്താവിന് അനുസരണം. ഒരു വാക്ക് പറഞ്ഞ 10 ഡയലോഗ് തിരിച്ചു കൊടുക്കാതെ ഒരു അനുസരണ മനോഭാവത്തോടെ. ഫെമിനിസം വല്ലാതെ കൂടിയൊരു കാലാണ്. അതുകൊണ്ടാണ് ഇത്ര കാർക്കശ്യത്തോടെ ഞാൻ ഇത് പഠിപ്പിക്കുന്നത്. പൊന്നാര സഹോദരിമാർ, ഈ ഫെമിനിസം തലേ കയറിയാൽ കുടുംബ ബന്ധം കൊളാവുന്നല്ലാതെ ഒരാളെ ലൈഫിലും ബർക്കത്ത് കിട്ടിയിട്ടില്ല. 100 കണക്കിന് പേര്, എന്റെ ഫോൺ അവിടെ ചാർജിങ്ങിൽ വെച്ച 100 കണക്കിന് പേര് എനിക്ക് മെസ്സേജ്, എന്റെ ഇൻസ്റ്റഗ്രാമില് 100 അല്ല 1000കണക്കിന് ആളുകൾക്ക് ഞാൻ റിപ്ലൈ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓവർ ഫെമിനിസം തലേ കയറി ഒരു സമാധാനം ജീവിതത്തിൽ കിട്ടൂല. എക്സ്പോസ് ചെയ്യുക, അമിത സ്വാതന്ത്ര്യം. എനിക്ക് എന്റെ ഇഷ്ടം പോലെ, ഞാൻ എനിക്ക് തോന്നിയ പോലെ ജീവിക്കും, നീ നിന്റെ ഇഷ്ടം പോലെ ജീവിച്ചോ. ഇത് കുടുംബ ജീവിതത്തിൽ ആദ്യമൊക്കെ രസമായിരിക്കും അല്ലെ? 2-3 പിള്ളേരൊക്കെ ആയിട്ട് ഒരു ഘട്ടം അങ്ങോട്ട് പിന്നിടുമ്പോ ഒരു സമാധാനം കിട്ടൂല. 2 പേരും മടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ രൂപത്തിൽ ഉമ്മമാരെ ജീവിച്ചോ, സ്വർഗ ജീവിതം കിട്ടും. നിങ്ങളെ ഭർത്താക്കന്മാരെ ആരാ നല്ലതെന്ന് ഞാൻ പഠിപ്പിക്കണേ. അത് പഠിപ്പിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലത്തെ ഒരു ഭർത്താവ് നിങ്ങളും, നബി തങ്ങൾ പഠിപ്പിച്ച പോലത്തെ ഒരു ഭാര്യ നിങ്ങളും ആയാൽ സന്തോഷത്തിന് എങ്ങോട്ടും പോണ്ട. എന്തുകൊണ്ട് വീട് നരകാവുന്നു? പുതിയാപ്ല റസൂലുള്ളാഹിക്കെതിരാണ്, ഭാര്യ നബിതങ്ങൾക്കെതിരാണ്. ഭർത്താവ് ഒന്ന് പറഞ്ഞാൽ 2 എണ്ണം ഭാര്യ പറയുന്നത്, പിന്നെ എങ്ങനെ ബർക്കത്തുണ്ടാവുക? എവിടുന്ന് ഒരു പെണ്ണിനെ കല്യാണം കഴിപ്പിച്ച് ഓളെ കരയിപ്പിക്കാൻ, ഓളൊക്കെ സ്വർണം കുറവാണ്, വസ്തു കുറവാന്ന് പറഞ്ഞാൽ ഇടുങ്ങാറാക്കാൻ. പിന്നെ എങ്ങനെ അവൾക്ക് ജീവിതം നന്നാവുക, രക്ഷ ഉണ്ടാവുക, സമാധാനം കിട്ടുക? അപ്പൊ നല്ല ഭാര്യ നല്ല ഭർത്താവ് ആയിക്കോ, നിങ്ങൾക്ക് സമാധാനത്തിന് വേറെ എങ്ങോട്ടും പോകണ്ട. അടിപൊളി ലൈഫായിരിക്കും, ചിൽ ലൈഫായിരിക്കും. അല്ലെങ്കിൽ ഒരിക്കലും സമാധാനം കിട്ടൂല. സമ്പത്തുണ്ടത് കൊണ്ട് സമാധാനമില്ല. 36 കോടീശ്വരന്മാർക്ക് പേഴ്സണൽ മീറ്റിംഗിന് ഞാൻ UAE പോയിട്ടുണ്ട് കഴിഞ്ഞ സെപ്റ്റംബറിൽ. 36 പേരും കോടാന കോടീശ്വരന്മാരാണ്. നമ്മുടെ സ്റ്റാറ്റസും നമ്മുടെ വീഡിയോയും ഒക്കെ സ്ഥിരമായി ഫോളോ ചെയ്യുന്ന കുടുംബം. ഞാൻ രജിസ്ട്രേഷൻ വെച്ചിരുന്നു. 30 ഫാമിലിയാണ് ആദ്യം രജിസ്റ്റർ ചെയ്തത്. ഞാൻ അവിടെ എത്തിയെന്ന് കേട്ട പിന്നെ 10-40 മേലെ ഫാമിലി പിന്നെ രജിസ്റ്റർ ചെയ്തു. പക്ഷെ സമയക്കുറവായതുകൊണ്ട് 36 പേരുടെ ഫാമിലിയായിട്ട് സംസാരിച്ചു. പണം ധാരാളമുണ്ട്, സമാധാനമില്ല, ഡിപ്രഷനാണ്. 24 ദിവസത്തെ അധ്വാനത്തിൽ മനസ്സിലാക്കിയെടുത്ത അനുഭവങ്ങൾ. മുത്തുമുഅ്മിനീങ്ങളെ, വലിയ വീട് അതുകൊണ്ട് സമാധാനം കിട്ടുമെന്ന് കരുതണ്ട.
വലിയ വാഹനം, സമാധാനം ഉണ്ടെന്ന് കരുതാം. ഓരോ വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് എന്നെ കൂട്ടാൻ ബെൻസിലും BMW-ലും വലിയ വലിയ വാഹനത്തിൽ റോൾസ് റോയ്സിലും കൂട്ടാൻ വന്നത്. അതിന്റെ ഉള്ളിലെത്തിയാൽ ബേജാറും കണ്ണീരും ഒന്ന് മരിച്ചിട്ടേ മതി ഉസ്താദെ ദ്വാരക്കി എന്നൊക്കെ പറയുന്നത്. അപ്പൊ സമാധാനം എന്ന് പറഞ്ഞാൽ മെറ്റീരിയലുകളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അച്ചടക്കമുള്ള ജീവിതം, ഈമാനും അല്ലാഹുവിനെ പേടിയുള്ള അനുസരണ ബോധമുള്ള ഒരു ഭാര്യ, ഈ ഭാര്യയെ രാജകുമാരിയെ പോലെ സംരക്ഷിക്കുന്ന ഒരു ഭർത്താവ്, സമാധാനത്തിന് ഇവനങ്ങോട്ടും പോണ്ട. ഒരു പെണ്ണ് കെട്ടി അവൾ എടുങ്ങാറ ഒരിക്കൽ കരയിപ്പിച്ച ആഹാരം രക്ഷപ്പെടൂല. ഒരിക്കൽ കഴിഞ്ഞതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറന്ന് ഇനിയൊരു നല്ല ജീവിതം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, തെറ്റെല്ലാവരുടെ ലൈഫിലും, എന്റെ ലൈഫാണെങ്കിലും ഉസ്താദിന്റേതാണെങ്കിലും കമ്മിറ്റിയുടേതാണെങ്കിലും ആരുടെ ലൈഫിലും തെറ്റ് സംഭവിച്ചേക്കാം. പരസ്പരം എല്ലാവർക്കും അതൊന്ന് പരസ്പരം മാപ്പാക്കി ഇന്ന് മുതൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യും. ഇതേപോലെ ഒന്ന് ജീവിക്കാൻ നോക്കാം. എന്ത് രസം ഉണ്ടാവും ജീവിക്കാൻ. ഒരു വല്ലാത്തൊരു ബർക്കത്തായിരിക്കും വീട്ടിൽ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഉമ്മമാർ ഏറ്റവും നല്ല ഭാര്യയുടെ ലക്ഷണം രണ്ടാമത്തത്, ഭർത്താവ് ഫർളും ഹറാമിനെതിരല്ലാത്ത എന്തു പറഞ്ഞാലും അതനുസരിക്കുന്ന പെണ്ണാണ്. രാവിലെ ഭർത്താവ് ഒരു ബെഡ് കോഫി ചോദിച്ചു, നിങ്ങൾക്ക് കയ്യും കാലും ഇല്ലേ? 947 എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയാണ്, നിങ്ങൾ അടിമയായിട്ട് നിൽക്കണമെന്നൊന്നും ഇല്ല, വേണമെങ്കിൽ പോയിട്ട് കയ്യും കാലും ഇല്ല ഉണ്ടാക്കി കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഭാര്യ നേരെ പോയിട്ട് അൽ-ബഖറ സൂറത്ത് ഇങ്ങനെ ഓതാൻ തുടങ്ങി. ആ അൽ-ബഖറ കൊണ്ട് നരകമാ അവിടെ ചെയ്യേണ്ടത് ഭർത്താവിനെ അനുസരിക്കല. ഫർള് ചെയ്യാതെ സുന്നത്ത് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഭർത്താവിനെ ഖിദ്മത്ത് ചെയ്യൽ, അനുസരിക്കലത് വുജൂബാ. ഏകദേശം മനസ്സിലായല്ലോ. നിങ്ങൾക്കും കയ്യും കാലും ഇല്ല ഉണ്ടാക്കി കുടിച്ചോ, ഇതൊന്നും ഒരിക്കലും പറയരുത്. അപ്പോ അനുസരണ നല്ല സ്വഭാവമാണ്. 3, സ്വന്തം ശരീരം സംരക്ഷിക്കലാണ്. ഒരു മനുഷ്യന്റെ പ്രൈവസി, ഒരു മനുഷ്യന്റെ ശരീരം, അഭിമാനം, അത് കണ്ട മനുഷ്യന്മാർക്ക് ഷെയർ ചെയ്യുന്ന സ്വഭാവം മനുഷ്യരാണ് പറ്റിപ്പോകും. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ പേരിലേക്ക് എത്തരുത്. അല്ലെ, വലിയ ഡയലോഗ് അടിക്കുന്ന ആള് എന്തെങ്കിലും ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അറിയാം അവന്റെ ആക്രാന്തം. വലിയ വർത്താനം പറയുന്ന കുറെ മനുഷ്യന്മാരുണ്ട് അല്ലെ. ഒരു തെറ്റ് പറ്റിപ്പോന്റെ പേരിൽ പാവപ്പെട്ട പെൺകുട്ടികൾ ഇടങ്ങാറാക്കുക, അതിങ്ങനെ പറഞ്ഞ് വേദനിപ്പിക്കുക. എന്തിനാണ്? വ്യഭിചാരം സംഭവിച്ചു എന്ന് സ്വഹാബി വന്ന നബി തങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞില്ല. ആര്? സ്വഹാബി റളിയല്ലാഹു അൻഹു, മൈസ് റളിയല്ലാഹു അൻഹു. വിചരിച്ചു എന്നാ പറഞ്ഞത്, എറിഞ്ഞു കൊന്നില്ലയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൊയ്തീൻ ശൈഖ് തങ്ങളെക്കാൾ വലിയ മഹാന്മാരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ. അപ്പൊ ഒരു പെൺകുട്ടിക്ക് ഒരു തെറ്റുപറ്റി പഠനകാലത്ത്, ഡിഗ്രിക്ക്, അതിന്റെ ശേഷം കല്യാണം കഴിഞ്ഞ എപ്പോഴാണെങ്കിലും പിശാച് വന്നു കഴിഞ്ഞ പിന്നെ മനുഷ്യനെ കൊണ്ട് അത് കൺട്രോൾ ചെയ്യൽ പ്രയാസമാണ്. അങ്ങനെ പറ്റിപ്പോയത് പറഞ്ഞു പിന്നെയും പറഞ്ഞു ഇങ്ങനെ അതൊന്നുമില്ല. നമ്മൾ നമ്മളോട് ചോദിക്കാം, എടാ നീ എങ്ങനെയാടാ, നിനക്കൊരു അവസരം കിട്ടിയാ നീ എന്നാ കാട്ടൂടാ? സ്വന്തം ചോദിക്കാം. നിനക്ക് മറ്റൊരാളെ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ എന്ത് അധികാരമുള്ളത് സ്വയം ചോദിക്കാം. അപ്പൊ മനസ്സിലാവും നമുക്കൊരു അധികാരവും ഇല്ല, നമ്മൾ വലിയ ആളുകളല്ല എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാകും. അതുകൊണ്ട് മനുഷ്യന്മാർ അംഗീകരിക്കാം, അവർക്ക് പറ്റിപ്പോയ തെറ്റിന് തൗബയുള്ള അവസരം കൊടുക്കുക. സാരല്ല മോളെ, അള്ളാഹുവിനോട് പറ, അള്ളാഹു മാപ്പ് തരൂ. ഇങ്ങനെയാണ് കൂടെ നിൽക്കേണ്ടത്. റസൂൽ അങ്ങനെ പഠിപ്പിച്ചത്. തെറ്റുപറ്റി എടുങ്ങാറാക്കുക, തലക്കടിക്കുക, ഉന്തി തള്ളിടുക, പോവാന്ന് പറയാ, പിന്നെ അവളോട് മിണ്ടാണ്ടൊക്കെ, അവനോട് പിന്നെ ഇതൊന്നും അല്ല ഇസ്ലാം. പറ്റിപ്പോയി, ഖേദമുണ്ടോ? എന്നും ഖേദ. കാക്കത്തോബുള്ളവരെ കാര്യമല്ലേ പറഞ്ഞത്. ചില ആളുകൾക്ക് എന്നും തൗബ. പഠിച്ചോനെ ഒരിക്കലും ചെയ്യൂല, രാവിലെ തന്നെ ബൈക്കെടുത്ത് ഇറങ്ങും, അന്ന് രാത്രി പിന്നെ ഒരിക്കലും ഉണ്ടാവില്ല. അമ്മാതിരി കാക്കത്തോബ ചെയ്യുന്ന പോലെ പറ്റിയല്ല. ജീവിതത്തിൽ എപ്പോഴെങ്കിലൊക്കെ സംഭവിച്ചു പോയി, അല്ലാഹുവേ ഞാൻ ഇനി മുതൽ ചെയ്യൂല. അതുകൊണ്ട് മൂന്നാമത്തെ ഒരു ഏറ്റവും നല്ല പെണ്ണിന്റെ മൂന്നാമത്തെ ക്വാളിറ്റി, അവൾ ശരീരം സംരക്ഷിക്കുന്നവളാണ്. ഉമ്മു സലമ ബീവി റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, നബിയെ, കല്യാണം കഴിഞ്ഞ പെണ്ണിന് ഏറ്റവും കൂടുതൽ സ്വർഗം കിട്ടാനുള്ള അമൽ ഏതാണ്? യാ റസൂലല്ലാഹ്, സ്വർഗം ലഭിക്കാൻ ഏറ്റവും അധികം ഉപകാരമാകുന്ന അമൽ ഏതാണ് നബിയേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അയ്യുമംറഅത്തിൻ മാതത് വസൗജുഹാ അൻഹാ റാളിൻ ദഖലത്തിൽ ജന്ന. ഒരു പെണ്ണ് മരിച്ചു, പെണ്ണിന്റെ ഭർത്താവിന് അവളുടെ കാര്യത്തിൽ സന്തോഷമാണ്, തൃപ്തിയാണ്. മാഷാ അല്ലാഹ്, എന്റെ ഭാര്യ നല്ല മോളായിരുന്നു,
ആ പെണ്ണിന് സ്വർഗ്ഗം ഉറപ്പ്. ദഖലത്തിൽ ജന്ന ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒരു പെണ്ണിന് സ്വർഗം കിട്ടാനുള്ള അമലെന്താ? ഭർത്താവിന്റെ പൊരുത്തം നേടലാണ്.